അപ്പോൾ ഹലോ ഗൈസ്, അപ്പം ഞാനിതാ വെൽക്കം ടു മൈ ചാനൽ ഗൈസ്, അഭിഷമീൻ. അപ്പം ഗൈസ്, അപ്പം ഞാനിത് വീണ്ടും റോബ്ലക്സിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഞാനിപ്പോൾ റോബ്ലക്സ് കളിക്കാറേ ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചാൻസ്, പരീക്ഷ ആയതുകൊണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഒരു കളിയിലായിട്ടുകൊണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളൊരു പ്ലെയറൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പം ഞാനിപ്പോൾ പറയാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ കുറച്ച് ഇതൊക്കെയാണ്. എല്ലാവരും ലൈക്ക് അടിച്ചവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിച്ചവർ സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാം അല്ലേ? സ്റ്റോറി കയറാം. നമുക്കിപ്പോൾ ഇത് വെച്ചാൽ മതി. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഒരു ജീപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ജീപ്പാ? അപ്പം നമ്മളിപ്പോൾ ആദ്യമുണ്ട് ഗൈസ്. ആദ്യമുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടോ, നമുക്കിപ്പോൾ ഒരു വീട് വെക്കണമല്ലോ. അതിനായിട്ടുള്ള പോക്കാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ വെക്കണോ ഗൈസ്? ആദ്യൻ്റെ തീരുമാനം ഇവിടെ വെക്കണോ? ഇവിടെ വെക്കാം. അത് പറഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് ഇതേതായാലും ഇവിടെ വെക്കാം. ഗെറ്റ് പോയിട്ട് നമുക്കിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരുണ്ട് ഗൈസ്. മൂവി തിയേറ്ററൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം ലൂസിഫറൊക്കെ കാണും ഗൈസ്. ഞാൻ വെച്ചു നമ്മളെ ജീപ്പ് ഏതായാലും ഡ്രൈവ് ചെയ്യാം. ഇവിടെ നിർത്തില്ല, പുറത്ത് നിർത്തിയിട്ട ഗൈസ്. ഈ കള്ളന്മാരിൻ്റെ ശല്യം ഇവിടെ ഗൈസ്. കുറച്ച് മതിയാണ്. അതേപോലെ ഇവിടെ ഇപ്പം പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല, പുല്ലുകൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പേടിച്ചാനൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞാനിത് ഓപ്പൺ ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ പുതിയ പെര വെച്ചിട്ട് ക്രോസ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇങ്ങനെ കാണാമല്ലേ? അപ്പോൾ ഗൈസ്, ഇത് നമുക്ക് ഇപ്പോൾ അടിയിൽ പോകുന്ന വഴിയുടെ അടിയിൽ തന്നെയാണല്ലേ തിയേറ്റർ. ഇത് തിയേറ്റർ റൂമാണ് ഗൈസ്. ഇതൊക്കെ ഇവിടെ നോക്കിയാൽ കോപ്കോൺ അങ്ങനെ പല പല സാധനങ്ങളും കിട്ടും ഗൈസ്. അപ്പം ഞമ്മക്കിപ്പോൾ അപ്പോൾ ഗൈസ്, ഗൈസ് ഇവൻ്റെ ഒരു സംശയം അവിടെ നിന്ന് എന്തോ മാറിയ മാതിരിയാണ് ഗൈസ്. അപ്പം ഞാനിപ്പോൾ നമുക്ക് പുതിയ പേരെ കയറ്റിയാലേ? ആരും ഇതൊക്കെ തുറന്നിട്ട് ഞാൻ തന്നെയാണോ? അല്ല, ഞാൻ അടിയിൽ നിന്നല്ലേ വരുന്നത് ഗൈസ്. നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാനേ? പക്ഷെ എന്നിട്ട് കാണില്ല. ഡെയിലി ഫുഡ് ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം ഗൈസ്. ഇപ്പോൾ അതല്ലേ ടേസ്റ്റ് ഐസ്. അങ്ങനെ നമ്മൾ തിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കൊച്ചു ഗൈസ്. പിന്നെ നമുക്കിപ്പോൾ ഇനി ഏതായാലും കുറച്ച് പണികളൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ മെയിൻ പണിയാന്ന് കാണിച്ചു തരാം ഗൈസ്. ഞങ്ങൾ ജീപ്പ് ഒന്ന് എടുക്കണം. ഈ വണ്ടിയാണ് നമ്മളിത് കുറച്ച് ഉണ്ടാകുന്നുണ്ട് ഗൈസ്. ഞാനൊരു വേറെ വണ്ടിയായിട്ട് വരാം ഗൈസ്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഞാൻ ആ വണ്ടി കാണിച്ചു തരാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇത് അല്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്തൊരു വണ്ടിയാണ് ഗൈസ്. ഇത് മിലിറ്ററിയുടെ കാറാണ്. പക്ഷേ ഞാൻ ഇത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതൊരു മിസൈൽ കൊണ്ട് പൊട്ടിച്ചാൽ ഉരുത്താൽ പൊട്ടതുപോലെ നടക്കില്ല ഗൈസ്. അങ്ങനത്തെ ഒരു ഇതാണ് ഗൈസ്. എന്താ അറിയില്ല. നിങ്ങൾക്ക് അടുത്ത ഗെയിം അടുത്ത റോബ്ലക്സ് ആണോ അല്ലെങ്കിൽ ഏത് ഗെയിം കളിക്കണമെന്ന് നിങ്ങൾ പറയുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പം പ്രൊക്കേവമാണോ, ലൈഫ് ടുഗദറാണോ, ലൈവ് ടോപ്പി ആണോ, റോബ്ലക്സ് അറിയുന്നതൊക്കെ പറയുക ഗൈസ്. ഈ മടിച്ച് വേണ്ട പറഞ്ഞു ഞാനിപ്പോൾ പാർക്ക് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് ഡ്രൈവിംഗ് നടക്കുന്ന രീതിയാണ്. തീരെ
എത്ര എടുക്കുന്ന അറിയില്ല. വേൾഡ് ഹൗസാണ് ഗൈസ്. ഇതിപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫ് ടുഗദറാണ് ഗൈസ്. എല്ലാവരും ഇപ്പോൾ എയർപോർട്ട് ഉണ്ട് ഗൈസ്. നമുക്ക് എയർപോർട്ടിൽ കൊണ്ട് പോകണ്ടേ? പക്ഷേ ഞാൻ വണ്ടി എടുക്കട്ടെ. ഈ വണ്ടിയുടെ പ്രശ്നമാണ് ഗൈസ്. നമുക്ക് ഫോണിൽ പോവാം. ഞാൻ ഈ വെഹിക്കിൾ വെക്കാൻ മതി. അതിൽ വെഹിക്കിൾ ഉണ്ടാവും. നമുക്ക് റേസ് എടുത്ത് അങ്ങോട്ട് നടക്കാം. വേറൊരു വഴിയില്ല. ഓക്കെ, ആ വണ്ടി എടുക്കണം. ഞാൻ ഈ റേസ് എടുക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഇതൊക്കെ എടുക്കാനാണ് ഗൈസ്. ഏറ്റവും ഇഷ്ടം വണ്ടിയാണ്. വേറെ ബുദ്ധിയില്ല ഗൈസ്. അപ്പോൾ നമ്മളവിടെ എത്താനായിട്ടുണ്ട്. എന്ന് വെച്ചു എത്താനായിട്ടുണ്ട് ഗൈസ്. എൻ്റെ പ്ലേഗ്രൗണ്ട് ജില്ല ഇങ്ങോട്ടാണ്. ഈ വണ്ടി വളക്കാൻ ഞാൻ എടുക്കുന്നു. ഞാൻ ട്രാഫിക് സിഗ്നലൊന്നും നോക്കാറില്ല. വണ്ടി അങ്ങോട്ട് വളച്ചെടുക്കും. യെസ്, അങ്ങനെയുള്ള ഗൈസ് എത്തിയിട്ടുണ്ട് എയർപോർട്ടിലോട്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അയ്യോ, നമുക്ക് ലഗേജ് എടുക്കല്ലേ? ഗൈസ് അപ്പം ഞാൻ ഇപ്പോൾ ലഗേജ് ഉണ്ടാവും. ലഗേജ് എടുക്കണ്ട, എടുത്തുകൊണ്ടാണ്. എന്താ ലഗേജ് എടുക്കണം. ഓക്കെ, ലഗേജ്. അപ്പം ഞാൻ എൻ്റെ ലഗേജ് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടാ. ലഗേജ് നമ്മൾ വേറെ രാജ്യത്തിലോട്ട് വന്നല്ല പോണ്. ഇത്ര നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ തന്നെ പറ്റുന്നില്ല. നമുക്കേ എയർപോർട്ടിലോട്ട് കയറുക. അവിടെ നിന്നേക്കാളും ചിലപ്പോൾ എൻട്രി ഇങ്ങനെയല്ല. ഇത് ചെക്കിങ് ചെയ്യണം. പിടിക്കല്ലോ. വിട്ടോ ഞാൻ കളഞ്ഞല്ല. ഞാൻ മാന്യനായി ചേർക്കണം. എല്ലാവരും ഞാൻ തരില്ല. ഞാൻ നേരെ പോകും. ഗൈസ് നമ്മളിങ്ങനെ കയറിപ്പോയണ്ടല്ലോ. ഇത് വർക്കല്ല ഗൈസ്. പോകുന്നേ ഇല്ല നമ്മൾ. നമുക്ക് നമ്മളെ ബൊറ നമ്മളെത്തിച്ചു. കയറാല്ലേ? ഓ ബിസ്മില്ലാ, ചൊല്ലിക്കണ്ടങ്ങനെ അങ്ങോട്ട് കയറാം. ഓ വാ, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ആരും കാണാനില്ലല്ലോ. ഓ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആരാണ്? അതാണ് ഞാൻ മാത്രമല്ലേ. യെസ്, കൂടെ പിരിക്കോ? കൂടെ പോലും അറിയില്ല. ആ ഗൈസ്, നമുക്ക് പ്രൈവറ്റ് സീറ്റിലിരിക്കാം ഗൈസ്. സാധാ സീറ്റിൽ തന്നെ ഇരിക്കാം. നമ്മളൊക്കെ പാങ്ങള ഗൈസ്. നമുക്ക് റോബക്സ് തന്നെ ഇല്ല. അപ്പോൾ ടാറ്റ. വെറും 0. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ടാറ്റ അല്ല പറഞ്ഞു. ഓക്കെ, ഇതെന്താ ഗൈസ്? ഞാൻ ശരിക്കും പോകണമെന്നില്ല. തുറക്കളോ അതിൽ? ഞാൻ പോകണമെന്നില്ല. കുടുങ്ങി. അപ്പോൾ ഗൈസ് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. വിദാ വരുന്നു. മൈൻഡ് ആപ്പ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. കണ്ണുകൂട്ടിയിരിക്കണം ഗൈസ്. കണ്ടോ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എയർപോർട്ടിൽ എത്തിക്കുകയാണ് എനിക്ക് ഗൈസ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഗൈസ്. ഞാനൊരു തമാശ പറഞ്ഞതാണ് ഗൈസ്. എനിക്ക് പേടിയാവണേ. ഓ
ഇതൊന്ന് കൂളിങ് ഡാൻസ് കളിച്ചത് ഇല്ല പൊട്ട ഇവിടെ ഞാൻ ഛർദിച്ചാൽ വരെ നിന്നു ഗൈസ്. അപ്പം ലൈഫ് ടുഗദർ എന്നൊരു ബോർഡ് കാണിക്കുന്നുണ്ടെങ്കിൽ വേർത്തു അറിയില്ല ഗൈസ്. കുടുങ്ങി. അപ്പൊ ഗൈസ് പിന്നെ കുടുങ്ങി. പിന്നെ ഗൈസ് വീണ്ടും വീണ്ടും ലോഡ് ആവുകയാണ് ഗൈസ്. നമ്മൾ അടുത്ത നാട്ടിലോട്ടല്ലേ ലോഡ് ആവണ്ടേ? എന്താ അറിയില്ല. വേം പോ മാച്ചേ. നമ്മൾ തായ്ലൻഡിലാ. സ്ലൈഡ് ഉണ്ട്, വലിയ സ്ലൈഡ് ഗൈസ്. എൻ്റെ അമ്മോ ഞാൻ സ്ലൈഡ് ഉണ്ട്. ഇപ്പൊ ആദ്യമൊക്കെ സ്ലൈഡ്. ഞാൻ എന്താ വള്ളത്തിൽ മാത്രമേ നടക്കാനുള്ളൂ. എന്തൊക്കെ ഒരു ഗതികെട്ട കാലേ. ഹൗസ് ഇവിടേക്ക് ചാടാൻ നോക്കാം. സമാധാനം രക്ഷപ്പെട്ടു. ആ ഫ്ലൈറ്റ് തോന്നി ഞാൻ തള്ളിട്ട് കഴിച്ചു. ഞാൻ അവനെ ഉറപ്പായിട്ടും തല്ലു. ഇവിടെ എയർപോർട്ട് ഉണ്ടെങ്കിൽ പേടിയാവുന്നുണ്ട്. ഞാൻ ഏത് നാട്ടിലാ? എൻ്റെ വണ്ടി കാറൊന്നുമില്ല ഇവിടെ. നിജൊരു കാര്യം പറയട്ടെ, ഈ സ്ഥലത്തേക്ക് പാട്ട് നല്ല കോമഡിയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ബോട്ടിലാണ് പോകുന്നത്. ആ ബോട്ട് എത്ര സംഭവിച്ചാ? ഇവിടെ നമുക്കൊരു പെര ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആരെയും പെരയിൽ പോയി വീണു എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റ് ഒന്നും വേണ്ട. വാ ഈ പെണ്ണിൻ്റെ ഒപ്പം പാട്ട് വേണ്ട. ടച്ചാട്ട്. യെസ് ഇത് മതി ഗൈസ്. എവിടെ ഞാൻ ഇതിൻ്റെ പെര തന്നെയല്ലേ? അല്ല ബ്രാ. പിന്നെ ഏതാണ്? ഇനിയിപ്പോ ഇതാണ് അങ്ങനത്തെ പെര. ആഹാ ബുദ്ധി. ഞങ്ങളുടെ പെരൂടെ ഗൈസ് എനിക്ക് വെജ് ഇവിടെ നിൽക്കാൻ ഗൈസ്. എൻ്റെ തല ഇറങ്ങുന്നുണ്ട്. എവിടെ നമ്മളെ പെര പോലും അറിയില്ല. ഗൈസ് അങ്ങനെ നമ്മൾ പെരയിൽ വെച്ചിട്ടുണ്ട്. ഇതന്നല്ലേ? ഇവിടെ ഉറപ്പായിട്ട് ഞാൻ തല്ലിട്ടോ. മുതിയാർക്ക് ഈ പെരൻ്റെ ഒന്നോ തെറ്റ്. സമാധാനം രക്ഷപ്പെട്ടു. തുറക്കണ അതിൽ ഇത് നടങ്ങേ. നീ ക്ലോസ് ചെയ്യും. നീ തടഞ്ഞോ? പ്രശ്നമില്ല. ഗൈസ് തായ്ലൻഡിലെത്തിയപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട് ഗൈസ്. ഓർത്തുമാരി വല്ല സൗണ്ടൊന്നുമില്ല കാറിൽ. എനിക്ക് കുട്ടികളൊന്നുമില്ല. വെറുതെ കയറാൻ. ഇതെന്താ ഇവിടെ എന്താ? വാ പാട്ട തുറക്കാൻ വേണോ പൊട്ടാ? പിന്നെയോ ഈ പറഞ്ഞ ഗ്ലാസ് ആയതുകൊണ്ട് ഒട്ടും അറിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് വെൽക്കം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഗൈസ് നമുക്ക് ടാറ്റ. നമ്മൾ വീണ്ടും വരാം. ബൈ ബൈ.